നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിൽ UDFന്റെ 2026 പ്രതീക്ഷ, ആ പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കേരള ജനത ആ പ്രതീക്ഷ അംഗീകരിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മളോട് ചർച്ച ചെയ്യുന്നത് വിജയനാഥ് സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഞാൻ ഈ പറയുന്ന വിഷയം UDFന്റെ അമിത പ്രതീക്ഷയ്ക്ക് വല്ല കാര്യമുണ്ടോ? അതുപോലെ നടക്കുന്ന കേസാണോ? LDF തന്നെ വീണ്ടും ഭരണം കൊണ്ടുപോകുമോ? ആലുങ്ക വഴുക്കുമ്പോഴേ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഇപ്പോൾ UDFന്റെ സ്ഥിതി. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം എത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇവരതൊന്നും മുതലാക്കുന്നില്ല. ഇവരുടെ ധാരണ എന്തായിരുന്നു? 21 ഇവർ അധികാരത്തിൽ വരുമെന്നായിരുന്നു. കാരണം അത് അവരെ കുറ്റം പറയണ്ട, കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി അങ്ങനെയാണ്. LDF UDF LDF UDF ഇങ്ങനെ മാറി വരുന്ന ഒരു പ്രക്രിയയായിരുന്നു. അത് പിണറായി വിജയൻ അതിനൊരു തടയിട്ടു. അത് കോവിഡ് ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഇവർ 3 ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടല്ലോ. അതായത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ചേലക്കരയും ഉണ്ടായിരുന്നു. ചേലക്കരയിൽ LDF നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ തന്നെ ഭൂരിപക്ഷം ഉയർത്തി എന്നുള്ളതാണ്. ഇപ്പം പുതുപ്പള്ളിയിൽ ഭൂരിപക്ഷം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കോൺഗ്രസിൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ടൊന്നും എടുക്കണ്ട. അത് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ വോട്ടാണത്. കാരണം കേരളം മുഴുവൻ നെഞ്ചേറ്റിലാളിച്ച ഉമ്മൻചാണ്ടിയെ തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളി വരെ എത്തിക്കാനായിട്ട് എത്ര മണിക്കൂറുകൾ എടുത്തു എന്നുള്ളത് ഇപ്പോഴും ആരും മറന്നിട്ടില്ല. അത് മുഴുവൻ വോട്ടായി മാറി എന്നുള്ളതാണ് പുതുപ്പള്ളിയിൽ. പിന്നീട് തൃക്കാക്കരയിൽ PT തോമസ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനോട് കാണിച്ച ഒരു ആദരവാണ് അവിടെ കിട്ടിയത്, ഭൂരിപക്ഷം ഉയർത്തിയത്. അന്ന് മന്ത്രിസഭ മുഴുവൻ അവിടെ പോയി കിടന്നില്ലേ. പിണറായി എന്താണ് അവിടെ പോയി പറഞ്ഞത്? നിങ്ങൾക്ക് 2 തവണ അബദ്ധം പറ്റി, അത് തിരുത്താനുള്ള അവസരമാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ഏതോ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കി. 8 നിലയിൽ പൊട്ടി. പാലക്കാട് വിജയം എന്ന് പറയുന്നത് അത് BJPക്ക് പറ്റിയ ഒരു കഴിവുകേടായിരുന്നു. അവിടെ ആ കോൺഗ്രസ് കൂടുതൽ അത് നേട്ടമുണ്ടാക്കുകയും ചെയ്തു. അവിടെ നമുക്കറിയാം, ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന SDPIയുമായിട്ട് UDFന് വലിയ ബന്ധമുണ്ട് എന്നുള്ളതും അവിടെ തെളിഞ്ഞ കാര്യമാണ്. പാലക്കാട്ട് മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്താൻ ആദ്യം ഇറങ്ങിയത് SDPI ഒക്കെയാണ്. വലിയ ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നു എന്ന് കണക്ക് കൂട്ടുമ്പോൾ ഇവരുടെ പ്രതീക്ഷ അടുത്തത് കോൺഗ്രസ് നയിക്കുന്ന UDF ആണ് സംസ്ഥാനം ഭരിക്കാൻ പോകുന്ന എന്നുള്ള രീതിയിൽ ഇവർ മുഖ്യമന്ത്രി കുപ്പായം വരെ തുന്നാൻ തുടങ്ങി. എത്ര പേരാണ്, എത്ര ഭൈമികാമുകന്മാരാണ് നിൽക്കുന്നത്? VD സതീശന്, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് 2026 മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ തീർന്നു. വയസ്സ് 70 ഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രി ആയില്ല എങ്കിലും ചെന്നിത്തല വേറെ വഴി നോക്കും. VD സതീശന് വളരെ ജൂനിയറായിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് ഇനിയും അവസരമുണ്ട്. അതിനിടയ്ക്കൂടെയാണ് തരൂര് വന്ന് ചാടിയിരിക്കുന്നത്. തരൂരിനെ ഏതായാലും മുഖ്യമന്ത്രിയാക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറാകത്തില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അവിടെ രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചിരിക്കുന്ന ഒരാളുണ്ട്. രാഹുൽ ഗാന്ധി എപ്പോൾ തുമ്മണം, എപ്പോൾ ഉറങ്ങണം, എങ്ങനെ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളുണ്ട്, KC വേണുഗോപാലായിരിക്കും ഇങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ കലഹത്തിനിടയിലാണ് എല്ലാത്തിനെയും കൂടെ അങ്ങോട്ടേക്ക് വിളിച്ച് ഇപ്പോൾ ഇനി ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞു തീർത്തിരിക്കുന്നത്. അഴിമതി ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവന്നു. സ്വർണ്ണക്കടത്ത്, മകളുടെ പേരിലുള്ള അഴിമതി ആരോപണം, അങ്ങനെ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയ നിരവധി കാര്യങ്ങൾ. പിന്നെ വേണ്ട തരത്തിൽ സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്നില്ല, സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ ദൗർലഭ്യം, ഇതൊന്നും ഇവർക്ക് മുതലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ അവർ ഇറങ്ങി തിരിച്ചില്ല. ഇവർ നിയമസഭയിൽ കിടന്ന് കുരയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവിടെ ശീതീകരിച്ച മുറിയിലിരുന്ന് കുരയ്ക്കാൻ സൗകര്യമാണല്ലോ. പുറത്തിറങ്ങിയിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ലല്ലോ. ബ്രൂവറി പ്രശ്നത്തിൽ എന്തിടപെടൽ നടത്തുന്നുണ്ട്? ഒന്നുമില്ല. വിഷയം വടി കൊടുത്തു എന്നിട്ട് പോലും ഇവർക്കൊന്നും അനങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവരെങ്ങനെ, ഇവർക്ക് കിട്ടിയ ഈ അവസരം ഇവരെ എങ്ങനെ മുതൽക്കൂട്ടാക്കി മാറ്റാൻ ഇവർ ശ്രമിക്കുമെന്നുള്ളതാണ്. കേരളത്തിൽ മാത്രമല്ലേ ഒരു കോൺഗ്രസിനൊരു പച്ചത്തുരുത്തുള്ളത്? നേതൃപ്രതിസന്ധിയുണ്ട്. ഘടകകക്ഷികൾ അതൃപ്തരാണ്. ഘടകകക്ഷികൾ എന്ന് പറയുന്നതിൽ പ്രധാനി ആരാണ്? മുസ്ലിം ലീഗാണ് തീർച്ചപ്പെടുത്തുന്നത്.
കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം, ആര് മുഖ്യമന്ത്രിയാകണം, ലീഗ് കൃത്യമായി ഹൈക്കമാൻഡ് എല്ലാവരും പോയി അവിടെ പോയി സോപ്പിടുന്നത് അന്ന് സംശയം എന്ത്, ലീഗ് ഹൈക്കമാൻഡിനെ വിവരങ്ങൾ ധരിപ്പിക്കുന്നില്ലേ? സാദിഖ് അലി തങ്ങളെടുക്കെ ചോദിച്ചില്ലേ എന്താ ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കടിക്കുമോ? ലീഗ് രാഹുൽ ഗാന്ധി അടുത്ത വർഷം മത്സരിക്കണമെങ്കിൽ ലീഗ് പറയുന്നവരൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. അതെ അതെ. ഇപ്പോൾ ഇവർക്ക് കിട്ടാവുന്ന പല തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ അവർ മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലീഗിന് അതൃപ്തിയുണ്ട്. പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്നത് ലീഗാണ്. അത് ഘടകകക്ഷിയല്ല, കോൺഗ്രസിന് മേലെ നിൽക്കുന്നതാണ്. ഇപ്പൊ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ലീഗ് ആയിരിക്കും ഇവിടെ ഭരിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി ആകണമെന്നില്ല, ഭരണം ഏത് തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തെപ്പറ്റി തീർച്ചപ്പെടുത്തുന്നത് അവരായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ ലീഗിന് ഇത്തരത്തിലുള്ള സ്വാധീനം കോൺഗ്രസിൻ്റെ മേലുള്ളത് കൊണ്ട് എന്ത് പറ്റുന്നുണ്ട്? മറ്റ് സമുദായം മുഴുവൻ അകന്നു പോകത്തില്ലേ? ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവ സമുദായം മുഴുവൻ അകലത്തില്ലേ? അതെ. അതുപോലെ തന്നെ നായർ സമുദായം അകന്നു നിൽക്കും. ഈഴവ വോട്ടുകൾ ഏതാണ്ടൊക്കെ തന്നെ BJP-യിലേക്ക് പോകുന്നു എന്നാണ് CPM തന്നെ പറയുന്നത്. അത് അവർക്ക് ആലപ്പുഴയിൽ നിന്ന് മനസ്സിലായതാണ്. ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട്, അവിടെ ഈഴവ വോട്ടുകൾ പാർട്ടി നന്നായി വിലയിരുത്തിയ കാര്യമാണ്. CPM തന്നെ തുറന്നു പറഞ്ഞതാണല്ലോ, ഈഴവ വോട്ടുകൾ പോയിട്ടുണ്ട് എന്നുള്ളത്. ഹിന്ദുക്കളുടെ വോട്ട് കൂടുതലുള്ളത് എവിടെയാണ്? CPM-നകത്താണോ? തുടർഭരണം എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. ഇപ്പം ഏതെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? 21 മുതൽ നമ്മൾ കേട്ട പിണറായിക്കെതിരെ, പിണറായിയെ നിലം തൊടാതെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ നോക്കിക്കോ, ഈ 25 ഓഗസ്റ്റോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് തന്നെ ഇവർ ക്ഷേമ പെൻഷൻ എല്ലാം കുടിശ്ശിക കൊടുക്കും. അതിനോടൊപ്പം തന്നെ സപ്ലൈകോയിലൊക്കെ തന്നെ സാധനങ്ങൾ കൊടുക്കും. നമ്മുടെ റോഡുകളെല്ലാം തന്നെ ക്ലിയർ ആക്കും. അതോടുകൂടി തൃപ്തിയാകും. എല്ലാ മന്ത്രിസഭയും LDF ആയാലും UDF ആയാലും ചെയ്തിട്ടുള്ളത് 5 വർഷം കൂടുമ്പോൾ ഈ ശമ്പളം പരിഷ്കരണം വന്നിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അമ്പലക്കാളകളെ പോലെ തീറ്റിപ്പോറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ എല്ലാം വോട്ടും പ്രീതിയും നേടുകയും ചെയ്യും. അപ്പോൾ ഇവർക്ക് തുടർ ഭരണത്തിൻ്റെതായ രീതിയിൽ ഉറപ്പുവരുത്തും. പിണറായി വിജയൻ അതിൻ്റെതായ തന്ത്രങ്ങൾ ഇപ്പം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ലീഗിനകത്ത് ഒരു ചെറിയ തരത്തിലുള്ള പിളർപ്പുണ്ടാക്കി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ലീഗുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിന് പോലും തയ്യാറാണ്. വളരെ പ്രധാനമായിട്ട് UDF ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലീഗിന് ഇനിയും ഭരണമില്ലാതിരിക്കാൻ പറ്റത്തില്ല. എവിടെയാണോ ഭരണം അങ്ങോട്ട് പറയും. ലീഗ് എന്ന് പറഞ്ഞാൽ അവര് LDF-ൽ നിന്നാലും UDF-ൽ നിന്നാലും അവർക്ക് അവരുടെ സീറ്റ് അവർ ഉറപ്പ് വരുത്തും എന്നുള്ളതാണ്. LDF-ലേക്ക് പോയി കഴിഞ്ഞാൽ ലീഗിന് UDF-ൽ കാണിക്കുന്ന അത്രയൊന്നും ആധിപത്യം അവിടെ കാണിക്കാൻ പറ്റത്തില്ല. ഭരണത്തിനകത്ത് പങ്കാളിയാകാം. ചിലപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ ചിലപ്പോൾ 3ാം തവണയും പിണറായി വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. കാരണം എന്തായാലും ബലാബലത്തിലായിരിക്കും പോകുന്നത്. ഇപ്പൊ കോൺഗ്രസിന് തന്നെ അവിടെ ചിലപ്പോൾ BJP ഒരു 10-15 സീറ്റ് പിടിച്ചാലും സംഭവം എല്ലാം മാറി മറിയില്ലയോ? BJP പിടിക്കുന്നോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. കാരണം 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത് 11 മുതൽ 15 സീറ്റ് വരെ നേടാം. ഇവിടുത്തെ BJP ഘടകത്തിനകത്ത് ഒന്നാമത് പല തരത്തിലുള്ള അതൃപ്തി, വിഭാഗീയത എല്ലാം രൂക്ഷമായി വരികയാണ്. ഭരണമില്ലെങ്കിൽ 2016 ഒരു സീറ്റ് കയ്യിലുണ്ടായിരുന്നതും കൂടെ കൊണ്ടുപോയി തൊലച്ചു കൊടുത്തു. ഇദ്ദേഹം ഒരു സിനിമ പരിവേഷമുണ്ട്. ഇപ്പോഴും അദ്ദേഹം സിനിമാ നായകൻ എന്നുള്ള രീതിയിൽ ആ ഒരു ഹാങ് ഓവർ വിട്ടുമാറാത്ത ആളാണ്. പിന്നെ അതിൻ്റെ ഒരു പരിവേഷമുണ്ട്. യൂത്തിൻ്റെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും വലിയ ജനപ്രീതിയാണ്. എന്തൊക്കെ ചെയ്യുമെന്നൊരു പ്രതീക്ഷ. 19-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷവും ആ മണ്ഡലത്തിൽ 5 വർഷം തങ്ങി. അത് അവിടെ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ എല്ലാം തന്നെ മനസ്സിലാക്കി. കരിവന്നൂർ ബാങ്ക് ഇടപാടിനകത്ത് നല്ല ഇടപെടൽ നടത്തുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രൻ തന്നെ പിന്നീട് പറഞ്ഞ എന്താണ്, സുരേഷ് ഗോപിയെ കണ്ടുപിടിക്കുക, ഒരു മണ്ഡലത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത്, അത് മാതൃകയാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ പോയത് കൊണ്ടാണ് BJP ഒരു അങ്ങനെ സീറ്റ് നേടുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം മറിയുമെന്നുള്ളതാണ്. അത് നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അല്പം കൂടെ വിലയിരുത്താൻ പറ്റും. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് പൂർണ്ണമായിട്ടും അത് വെച്ച് വിലയിരുത്തി പോകാനും സാധ്യമല്ല എന്നുള്ളതാണ്. LDF-ന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ അവർ എടുക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കിക്കോണം.
വളരെ ജനസ്വാധീനമുള്ള താഴെത്തട്ടിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ അതേപോലെ ആർക്കും കഴിയില്ല. 26 തെരഞ്ഞെടുപ്പിനെ അവർ നേരിടാൻ പോകുന്നത് വളരെ തന്ത്രപൂർവവും ഇപ്പോഴേ അവർ പിന്നെ ഇതിൻ്റെ പണി ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ 2021 തുടർഭരണം കിട്ടിയത് ആ കോവിഡ് സമയത്ത് പിണറായി അതിൻ്റേതായ തരത്തിൽ അടിത്തട്ടിൽ നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്. MLA തന്നെ എന്നോട് പറഞ്ഞതാണ്. അതിനകത്ത് നിരന്തരമായിട്ട് മീറ്റിംഗ് കൂടുക, കാര്യങ്ങൾ അവലോകനം ചെയ്യുക, ഏത് തരത്തിൽ പ്രവർത്തിക്കണം എന്നെല്ലാം ഘടകകക്ഷി ഉൾപ്പെടെയുള്ളവരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നാണ് പറയുന്നത്. കോവിഡ് സമയത്ത് ഇവർക്ക് അതിൻ്റെ പ്രവർത്തനത്തിനുള്ള ഒരു സമയം കൂടി അത്തരത്തിൽ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് കോൺഗ്രസ്സുകാർക്ക് സാധിക്കത്തില്ല എന്നുള്ളതാണ്. ഇവർക്ക് നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കിയാൽ തിരിച്ചു പിടിക്കാം. ഒന്ന്, ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന സ്ഥിതിക്ക്. 2, 10,000-ൽ താഴെ വോട്ടിന് നഷ്ടപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. 11 എണ്ണമുണ്ട്. 10,000 വോട്ടെന്നൊക്കെ പറയുന്നത് വളരെ കുറവല്ലേ നിയമസഭയിലെ? മാനന്തവാടി വോട്ട് മറിഞ്ഞാൽ മതി. അതെ, മാനന്തവാടി, കൊയിലാണ്ടി, വൈപ്പിൻ, കോതമംഗലം, ദേവികുളം, അരൂര്, ചേർത്തല, കായംകുളം, കോന്നി, തിരുവനന്തപുരം, അരുവിക്കര, അങ്ങനെ ഈ മണ്ഡലങ്ങൾ 10,000-ൽ താഴെ. താനൂരും കുറ്റ്യാടി മണ്ഡലങ്ങൾ കേവലം 1000 വോട്ട് ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടത്. മുസ്ലിം ലീഗ് അതൊക്കെ തിരിച്ചു പിടിക്കും. അവർക്കത് തിരിച്ചു പിടിക്കാനും അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഇവർ കോൺഗ്രസ്സുകാർ നീക്കം നടത്തുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ട കാര്യം. അവർ നീക്കം നടത്തുക എന്ന് ഇവർക്ക് നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കണം. ഇവർക്ക് ഇനിയിപ്പോൾ നോക്കിക്കൂ, ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിനല്ല, നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ അതിൻ്റെ പേരിലുള്ള കടിപിടിയും കലഹവുമായിരിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും സ്ഥാനാർത്ഥികൾ ആരാണെന്ന് ഇപ്പം നിശ്ചയിക്കുകയും അവരെ അവിടേക്ക് ഇറക്കി വിടുകയും ചെയ്യേണ്ടതാണ്. അതാണ് ഒരു പാർട്ടിയുടെ തന്ത്രം എന്ന് പറയുന്നത്. ശരിയായിട്ട് പാർട്ടിയുടെ ആ ഒരു ചിട്ടയായ പ്രവർത്തനം കണ്ടുപിടിക്കേണ്ടത് CPM-ന്റെ തന്നെയാണ്. അതൊരു കേഡർ പാർട്ടി തന്നെയാണ്. ഇതിനെ കോൺഗ്രസിനെ ഒരു കേഡറാക്കിയില്ലെങ്കിൽ ഒരു സെമി കേഡറാക്കാൻ വേണ്ടിയാണല്ലോ സുധാകരൻ വന്നത്. അപ്പോൾ സുധാകരനെ എന്ത് ചെയ്തു? സുധാകരനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറത്താൻ വേണ്ടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിച്ചത്. അവർക്ക് പാർട്ടി ഒരിക്കലും അവർക്ക് നന്നാകണമെന്ന് താല്പര്യമില്ല. ഒരു നേതാക്കന്മാരെയും വെച്ച് ഉറപ്പിക്കത്തില്ല. ഇത്രയും ഗ്രൂപ്പും വിഭാഗീയതയും വെച്ച് ചോദിച്ചാൽ പറയും ഉൾപാർട്ടി ജനാധിപത്യം എന്നാണ് അവരതിന് പേരും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി കയറി വരിക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ്? നമ്മൾ പറയും CPM BJP ഒരു അന്തർധാര ഉണ്ട്. ആ അന്തർധാരയിലൂടെ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കി കൊണ്ടുവരും. അപ്പോൾ 3ാം തവണയും പിണറായി അല്ലെങ്കിൽ CPM അധികാരത്തിലേക്ക് വരികയും ചെയ്യും, കോൺഗ്രസ് ഇല്ലാതായി പോവുകയും ചെയ്യും ക്രമേണ. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇത് കോൺഗ്രസ്സിന് പലപ്പോഴും അവർക്ക് LDF തരംഗം ഉണ്ടാകുന്ന അവസരത്തിൽ പോലും ഒരു പച്ചത്തുരുത്തായിട്ട് നിൽക്കുന്ന ഇടങ്ങളുണ്ട്, എറണാകുളം ജില്ലയൊക്കെ തന്നെ. അതെങ്കിലുമൊക്കെ നേരെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനകത്ത് അവർക്ക് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നു. ഇതൊക്കെ അങ്ങോട്ട് ഏറ്റെടുക്കണം. അതാണ് വേണ്ടത്. അതിനുള്ള ഒരു ആർജവം ഇവർക്കില്ല എന്നുള്ളതാണ്. പിന്നെ സമീപകാലത്ത് തന്നെ വിലക്കയറ്റം അതിരൂക്ഷമല്ലായിരുന്നു. അതിനെ ഒന്നും നേരിടാനായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷം വലിയ പരാജയമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ VD സതീശനെ പോലുള്ളവർ നിയമസഭയ്ക്കകത്ത് വലിയ പ്രകമ്പനം കൊള്ളിക്കും. അപ്പം രമേശ് ചെന്നിത്തല അവർ മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. VD സതീശൻ പറയാനിരിക്കുന്ന കാര്യം രമേശ് ചെന്നിത്തല നേരത്തെ അരമണിക്കൂർ മുമ്പ് തന്നെ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ അങ്ങ് പറയുകയും ചെയ്യും. അപ്പം 2 പ്രതിപക്ഷ നേതാവുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 2026 കോൺഗ്രസ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്തിക്കൊണ്ടാൽ മതി. അതിന് ആരായിരിക്കും? VD സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ പ്രതിപക്ഷ അപ്പൊ പ്രതിപക്ഷ നേതാവ് നേരത്തെ രമേശ് ചെന്നിത്തല നോക്കി 26 മുഖ്യമന്ത്രി ആയില്ല എന്നുണ്ടെങ്കിൽ ചെന്നിത്തല നേരെ BJP-യിലോട്ട് പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ചെന്നിത്തല കൊണ്ട് മാത്രം അവസാനിപ്പിക്കത്തില്ല, അതിൻ്റെ കൂടെ മറ്റു പലരും ഒക്കെ ഉണ്ടാകും. 26 എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ സംഭവ വികാസങ്ങളായിരിക്കും. പുതിയ സമവാക്യങ്ങൾ രൂപം കൊള്ളും. അത് BJP-യുടെ മുന്നേറ്റം കൂടി ഉണ്ടാകുമ്പോൾ കാര്യങ്ങളാകെ മാറി മറിയുകയും ചെയ്യും.
അപ്പോൾ നമ്മളിപ്പം ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് UDFിൻ്റെ അമിത പ്രതീക്ഷ അവർ തന്നെയാണ് തകർക്കുന്നത്, അവർ തന്നെയാണ് അവരുടെ ശത്രു. 2021 തെരഞ്ഞെടുപ്പിലും 2026 തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ആകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർക്ക് എപ്പോഴും പാർട്ടിയുടെ അച്ചടക്കത്തിനൊക്കെ അപ്പുറത്ത് അവർക്ക് സ്വന്തമായി അവർക്ക് തലയുയർത്തി നിൽക്കാൻ അവർ മുന്നോട്ട് വരിക, അവർ പ്രതിപക്ഷ നേതാവുക, അവർ മുഖ്യമന്ത്രിയാവുക, അവർ KPCC പ്രസിഡന്റ് ആവുക, ഇതിനുള്ള മത്സരങ്ങൾ ഇവിടെ നടക്കുന്നിടത്തോളം കാലം, ആ ഗ്രൂപ്പുകളുടെ ആധിപത്യം ഇപ്പോഴും അവസാനിക്കാതെ അവരെല്ലാം കൊണ്ടു നടക്കുന്നിടത്തോളം കാലം കോൺഗ്രസിന്റെ ഗതി അധോഗതി തന്നെയാണ്. ഇനിയുമെങ്കിലും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമുള്ളപ്പോൾ അവർ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവ് ആര് എന്ന തർക്കത്തിലൂടെ മാത്രം ഈ നേതാക്കന്മാർക്ക് അടുത്ത 2026 അടികൂടാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.